മുസ്ലിം ലീഗിനെ കേരളത്തിന് ആവശ്യമുണ്ടോ? ഞാൻ രാഷ്ട്രീയപരമായി അത്ര ആക്റ്റീവായ ആളല്ല, എന്നാൽ തീരെ രാഷ്ട്രീയമില്ലാത്ത ആളുമല്ല. അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ മുസ്ലിം ലീഗ് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയെ തോന്നിയിട്ടില്ല. അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഒന്നാമതായി, മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തെ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. ഇത് കേരളത്തിന്റെ സെക്യുലർ രാഷ്ട്രീയത്തിന് വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഇവർ വോട്ട് ചോദിക്കുന്നതും മതം പറഞ്ഞാണ്. അതൊരു വർഗീയ പാർട്ടിയുടെ ലക്ഷണമാണ്. രണ്ടാമതായി, മുസ്ലിം ലീഗ് കുറച്ച് കുടുംബങ്ങൾക്കുള്ളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്ന പാർട്ടിയാണ്. സാധാരണ പ്രവർത്തകർക്കും യുവാക്കൾക്കും പാർട്ടിയിൽ വളരാൻ യാതൊരു അവസരവും കിട്ടുന്നില്ല. മൂന്നാമതായി, ലീഗ് എപ്പോഴും കോൺഗ്രസിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. സ്വന്തം നിലപാടുകൾക്ക് വേണ്ടി പോരാടാൻ ധൈര്യം കാണിക്കാതെ UDFന്റെ കൂട്ടുകക്ഷി എന്ന നിലയിൽ മാത്രമാണ് ലീഗ് പ്രവർത്തിക്കുന്നത്. അതൊന്നും കൂടാതെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം വയനാട്ടിലെ ഭൂമി ഇടപാട്. ദുരിതാശ്വാസത്തിന് വേണ്ടി വാങ്ങിയ സ്ഥലം വീട് വെക്കാൻ കൊള്ളാത്തതാണ്, വിലയും കൂടുതലാണ്. വിവാദങ്ങളും പീഡനങ്ങളൊക്കെ വേറെയുണ്ട്. അതിപ്പോൾ ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള എൻ്റെ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.